ലോകത്തിൻ്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിൻ്റെ മാർഗം ഞാൻ തുറന്നു തരാം. സ്വർഗത്തിൻ്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ ഉലയരുതേ, ദിശയറിയാതുഴലരുതേ. മോഹത്തിൻ്റെ തേരിലേറി പോകരുതേ. ലോകത്തിൻ്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിൻ്റെ മാർഗം ഞാൻ തുറന്നു തരാം. സ്വർഗത്തിൻ്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. ആരാധന ആരാധന യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടി. ആരാധന ആരാധന യേശുവേ ആരാധന. ഈ മോഹങ്ങൾ വിട്ടുപോകാനുള്ള ആഗ്രഹത്തിന് വേണ്ടി പാടി. ആരാധന ആരാധന യേശുവേ ആരാധന. ദൈവത്തെ ആരാധിച്ചു പാടി. ആരാധന ആരാധന യേശുവേ ആരാധന. ചേർന്ന് പാടി. എല്ലാവരും സ്തുതിക്കുക. ദൈവത്തെ ഓർത്ത് സ്തുതിക്കുക. ഈ ലോകവും മോഹങ്ങളും കടന്നു പോകൂ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. അവിടുത്തെ വചനങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നില്ല. കർത്താവേ, നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ ആഴം, നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ അഭിഷേകം ഞങ്ങൾ നിറയാം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഈ ആത്മജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന സകല ദൈവജനത്തെയും ലോകത്തിന്റെ മോഹങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. In the authority of the name of Jesus Christ, I will command all the demonic spirit. You got the body, mind and soul. ദൈവത്തിന്റെ വചനം കേൾക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ വീണുപോയിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറകൾ, കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ മോഹങ്ങൾ കടന്നു പോകുന്നുള്ള ബോധ്യത്തോടെ ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവിക ശക്തി ലഭിക്കാൻ സകല ദൈവജനത്തിന്റെ മേൽ ഈ സമയം കൃപ കൊടുക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, സകല മക്കളെ തീപിടിപ്പിക്കണമേ. സകല മക്കൾക്കും ലോകത്തിന്റെ മോഹം വിട്ടുപോകാനുള്ള കൃപ ലഭിക്കണമേ. ചേർന്ന് പാടി നമുക്ക് ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. വിമോചകനായ ദൈവത്തെ ആരാധിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. സൗഖ്യം തരുന്നവനായ ദൈവത്തെ ആരാധിക്കാം. യേശുവേ ആരാധന. നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കുന്നവനെ ആരാധിക്കാം. യേശുവേ ആരാധന. ഈ ലോകത്തിന്റെ തിന്മകളെ ശാസിക്കുന്നവനെ ആരാധിക്കാം. യേശുവേ ആരാധന. നമ്മൾ പിടിക്കപ്പെട്ട എല്ലാ തിന്മകളും രക്ഷിക്കുന്നവനെ ഓർക്കാം. യേശുവേ ആരാധന. എല്ലാ തിന്മകളെ ശാസിക്കാൻ കഴിവുള്ളവനെ ഓർക്കാം. യേശുവേ ആരാധന. പൈശാചിക പിടകൾ തകർന്നു പോകുന്നവനെ ഓർത്ത് യേശുവേ ആരാധന. ജീവിക്കുന്ന ദിവികാരനെ നോക്കി പാടാം. യേശുവേ ആരാധന. മാലാഖമാരുടെ അപ്പത്തെ നോക്കി പാടാം. യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ വഹിക്കപ്പെട്ട ഈശോയെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. ബേൽസെബൂലിനെ തകർത്തവനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. ലൂസിഫറിനെ നശിപ്പിച്ചവനെ ഓർത്ത് പാടാം. യേശുവേ ആരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകും, എന്റെ സ്നേഹം ഒരിക്കലും അവസാനിക്കില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുഗാന്ത്യം വരെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കുക. ജീവിതത്തിൽ എൻ്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൂടെയുണ്ടെന്ന ബോധ്യത്തോടെ ആയിരിക്കാം സ്വസ്ഥാനങ്ങളിരിക്കുക.
ശാന്തമായിട്ട് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നിലങ്ങൾ തുറന്നു വയ്ക്കാം. കാതുകൾ തുറക്കാം, ഹൃദയം തുറക്കാം. ലോകവും അതിൻ്റെ മോഹങ്ങളെയും നമുക്ക് മാറ്റിവെക്കാം. ദൈവവും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും അനുഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യന് ത്രിവിധ ശത്രുക്കളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് ഒന്നാമത്തെ ശത്രു ആരാണെന്നുള്ളതാണ്. ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാതിരിക്കുന്ന, മനുഷ്യൻ ആഗ്രഹിച്ചിട്ട് മനുഷ്യന് സാധിക്കാതിരിക്കുന്ന ചില അവസ്ഥകൾ ദൈവ സന്നിധിയിൽ ദൈവജനത്തിനുണ്ട്. അതിനൊന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണമെന്ന് ചിന്തിക്കുന്നത് അത് ലോകമാണ്. അതുകൊണ്ട് നമുക്കറിയാം, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും. ലോകത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവ സാന്നിധ്യങ്ങളെ വ്യക്തിപരമായി അനുഭവിക്കാനുള്ള ചില ആഴക്കുറവുകൾ സംഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തു നിന്നുള്ളവനല്ല, ഞാൻ ഉയരങ്ങളിൽ നിന്ന് വന്ന, സ്വർഗത്തിൽ നിന്ന് വന്നവനാണെന്ന് ഈശോ നമ്മളെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ജീവിച്ചെങ്കിലും അവൻ ദൈവവുമായി സമാനത നിലനിർത്തിയിരുന്നു എന്നുള്ളതായിരുന്നു. നമ്മളും സ്വർഗത്തിൽ നിന്ന് വന്നവരാ, ഈ ലോകത്തിൽ ജനിച്ചവരൊന്നല്ല. ഈ ലോകത്ത് നമ്മുടെ അപ്പനും അമ്മയും നമുക്ക് ജന്മം തന്നു എന്നുള്ളത് ഒരിക്കലും ദൈവസന്നിധിയിൽ നമ്മൾ തിരസ്കരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥം. മറിച്ച് ദൈവത്തിൽ നിന്ന് വന്ന നമ്മളെ ഈ ഭൂമിയിലുള്ള മനുഷ്യൻ ജന്മം കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് വന്നവൻ ദൈവത്തിലേക്ക് പോകാൻ തടസ്സമായി സൃഷ്ടിക്കുന്ന ഈ ലോക കാഴ്ചകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കൃപ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ലോകത്തെക്കുറിച്ചാണ്. ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാതിരിക്കുന്ന മനുഷ്യൻ്റെ ഒന്നാമത്തെ ശത്രു ഈ ലോകം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിളിൽ ലോകം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. എന്നാൽ നമുക്കറിയാം, ദൈവിക കൃപ നഷ്ടപ്പെടുന്ന വാക്കായിട്ട് ഉപയോഗിക്കുന്നത് ലൗകികത എന്നാണ്. ലോകത്തെ മറ്റൊരു വിധത്തിൽ ബൈബിള് അല്ലെങ്കിൽ ദൈവവചനം പ്രസിദ്ധീകരിക്കുന്നതും അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് വ്യാഖ്യാനിച്ചിരുന്നത് ലൗകികതയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലൗകിക വർദ്ധിച്ചതാണ് ദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണമെന്ന് ഈ കാലഘട്ടം പല കണ്ടുപിടുത്തങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തികളുടെ കുടുംബങ്ങളിൽ ലൗകികത അടിച്ചു കയറി വരുമ്പോൾ യഥാർത്ഥത്തിൽ അവർ നഷ്ടങ്ങളുടെ ലോകത്തും കടബാധ്യതയുടെയും അല്ലെങ്കിൽ ബ്ലേഡ് പലിശക്കാരുടെയും ജീവിതത്തിൽ പോയി വീണ് നശിക്കുന്നതായി കാണാം. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ ഈ പറമ്പ് മേടിച്ച് വിൽക്കുന്ന ഒരു ദൈവജനത്തെ കാണാം. ദൈവജനം എന്ന് പറയാൻ പറ്റില്ല, ഈ ലോക ജനതയെ പറയാം. അങ്ങനെ അതിൻ്റെ ലാഭം കൊണ്ട് ജീവിക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു വെള്ളപ്പൊക്കം വരുന്നത്, ഒരു പ്രകൃതി ദുരന്തം, നോട്ടുമാറ്റം വരുന്നത്. അതോടുകൂടി അവൻ സ്വരുകുട്ടിയതെല്ലാം ഒറ്റയടിക്ക് നശിച്ചു പോവുകയാണ്. അപ്പം മനുഷ്യൻ ലൗകികതയിലേക്ക് കണ്ണ് നട്ടുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ അറിയാത്തിടങ്ങളിൽ ചില പിടിച്ചു മുറുക്കലുകൾ വരുന്നുണ്ട്. അതാണ് ലൗകികത പലപ്പോഴും ഈ ലോകത്ത് മനുഷ്യനെ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്, ലൗകികർ ആരാണ്? ബൈബിളിൽ പറയുന്ന ലൗകികത എന്താണ്? പണത്തെ ഒരിക്കലും ഒരു പാപമായിട്ട് ദൈവം കരുതുന്നില്ല. പണം ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ പണത്തെ ലൗകികതയായി കാണുമ്പോൾ അല്ലെങ്കിൽ അതാണ് വലുത് എന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന തകർച്ചയുടെ പേരാണ് ലൗകികർ അല്ലെങ്കിൽ ലൗകിക തകർച്ചകൾ ഈ ലോകത്ത് കടന്നു വരുന്നത്. അതുകൊണ്ട് അമിതമായ ആഡംബര ജീവിതം ഈ കാലഘട്ടത്തിൽ ഒത്തിരി ദരിദ്രരാക്കിയാണ്. പണത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടിയിട്ട് ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിച്ച് പലരും ഇന്ന് ജയിലറുകളിൽ കിടക്കുന്നുണ്ട്. പല മാധ്യമങ്ങളും കുട്ടിഘോഷിക്കുന്ന പല ജീവിതങ്ങളും ഇതിനു വേണ്ടി ജീവിച്ചതുകൊണ്ടാണ് ഇന്ന് ജയിലറുകളിൽ കാണുന്നത്. ഒരു കാലഘട്ടത്തിൽ അവരുടെ ആഡംബരം കണ്ട് അവരുടെ കൂടെ കൈയടിച്ചവർ പിന്നീട് അവരെ കുറിച്ച് പറഞ്ഞവർ പോലും ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ഇല്ലാതെയായി പോയിട്ടുണ്ട്. ഇതൊരു സത്യമാണ്, ഈ കാലഘട്ടത്തിൽ വലിയൊരു സത്യമായി നിലനിൽക്കുന്നത് ലൗകികത. എനിക്ക് വലിയവനാകണം, എൻ്റെ സ്വത്ത്, അത് ആത്മീയതയിൽ പോലും ലൗകികത കയറി വന്നാൽ ആത്മീയതയല്ല ലൗകികതയ്ക്കായിരിക്കും വളരെ പ്രാധാന്യം കടന്നു വരിക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആഡംബരം അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ദൈവത്തെ മറക്കുന്നു എന്നുള്ളതാണ്. ജീവിക്കുന്ന ദൈവത്തെ മറക്കും, ലൗകികത. അതുകൊണ്ട് പറഞ്ഞേ, ഞാൻ ലോകത്തിൽ നിന്നുള്ളവനല്ല, അതുകൊണ്ട് ലോകത്തിലുള്ളവർക്ക് ആർക്കും എന്നെ മനസ്സിലാക്കാനോ എൻ്റെ ദൈവവചനത്തെ സ്വീകരിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പലപ്പോഴും ഇന്നത്തെ യുവതലമുറകൾ, കുഞ്ഞുങ്ങൾ, ചില കുടുംബ ജീവിതങ്ങൾക്ക് പലപ്പോഴും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. തകർച്ച വരുമ്പോഴും ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴും അവർക്ക്, കാരണം അവർ ലൗകികതയിൽ നിന്നുകൊണ്ട് ഇനിയും കിട്ടണമെന്ന ആഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് ലൗകികത? സൃഷ്ടാവിൽ നിന്ന് തിരിഞ്ഞ് സൃഷ്ടവസ്തുക്കളിലേക്ക് തിരിയുന്നവരെയും അങ്ങനെയുള്ള ജീവിതങ്ങളും സുവിശേഷ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ലൗകികർ എന്ന വാക്ക്. ലൗകികർ എന്ന് പറയുന്നത്, സുവിശേഷ ഭാഷയിൽ പറയുന്നത്, സൃഷ്ടാവിൽ നിന്നും സൃഷ്ടവസ്തുക്കളിലേക്കുള്ള അട്രാക്ഷൻ
അല്ലെങ്കിൽ അത് നമുക്കറിയാം, ആദ്യ മാതാപിതാക്കൾക്ക് സൃഷ്ടവസ്തുവായ ആ അത്തിമരത്തിലെ ഫലം പറിച്ചു തിന്നാനുള്ള ആഗ്രഹമായിരുന്നു അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ദൈവ സാന്നിധ്യത്തെ അവർക്ക് നഷ്ടമാക്കിയത്. അപ്പോഴാണ് അവർ കണ്ണ് അടയ്ക്കപ്പെടാണ് ചെയ്തത്. ലോകത്തുള്ള നന്മകളെ കാണാൻ പറ്റാത്ത ഒരു കണ്ണടയ്ക്കപ്പെട്ടവരായിട്ട് അവർ മാറി. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, എല്ലാ പാപങ്ങളുടെയും അടിസ്ഥാനം ലോക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹമാണ്. നിങ്ങൾ നോക്കിക്കോ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ന് പിടിക്കപ്പെടുന്ന ഏത് വ്യക്തിഗതങ്ങളായിക്കോട്ടെ, മാധ്യമ ലോകത്തുള്ളവരുണ്ട്, സിനിമാ ലോകത്തുള്ളവരുണ്ട്, അതുപോലെ ഭൗതിക ലോകത്തുള്ളവർ, ആരെല്ലാം പിടിക്കപ്പെടുകയും നശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ അവരുടെ അടിസ്ഥാന കാരണം അവർക്ക് ലോക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹമാണ്. ഞാൻ ഈ കാലഘട്ടത്തിൽ ഒന്നുമില്ലാതെ കിടന്ന ചില ജീവിതങ്ങൾ പെട്ടെന്ന് ഉയർന്നു പൊന്തും. അതിനുശേഷമാണ് ലോകം അറിയുന്നത് അവരുയർന്നു പൊങ്ങിയത് പല ചില നേട്ടങ്ങൾക്ക് വേണ്ടി. അത് കൃത്യമായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. എന്താണ്? പാപത്തിൻ്റെ അടിസ്ഥാന കാരണം പോലും ലോക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹം വരുമ്പോഴാണ് കൊല്ലാൻ പോലും ആരും മടിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രമായി സ്നേഹിച്ചു. അപ്പോൾ ദൈവം സ്നേഹിച്ചത് ഒന്നും ലോകത്തിന് പിടിച്ചെടുക്കാനല്ല, ഉള്ളത് കൊടുത്തിട്ട് ലോകത്തെ രക്ഷിക്കാനാണ്. പലപ്പോഴും നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് വരുമ്പോൾ പലതും നേടിയെടുത്തിട്ട് എന്തുണ്ടാകുന്നു? ഉള്ളതുപോലും നഷ്ടപ്പെടുക. ഈശോ തൻ്റെ പിതാവായ ദൈവം തൻ്റെ യേശുവിനെ ഈ ലോകത്ത് നൽകിയ എല്ലാവരും സ്വന്തമാക്കി. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, പണം ഉണ്ടാക്കുന്നതോ ഭൗതിക നേട്ടങ്ങളോ തെറ്റല്ലെന്ന് ദൈവവചനം പറയുന്നുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ വിജയങ്ങൾക്ക് ഈ പണം ഒരു നഷ്ടമാണെങ്കിൽ അത് നമുക്ക് പാപകരമാണ്. അപ്പോൾ പണമുണ്ടാക്കുക അല്ലെങ്കിൽ സാമ്പത്തിക ലാഭങ്ങൾ ജീവിക്കുന്നവരൊക്കെയും പാപികളാണെന്നല്ല അച്ഛൻ മുദ്ര കുത്തുന്നത്. എന്നാൽ പണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എൻ്റെ ലൗകികതകളെ പ്രോത്സാഹിപ്പിക്കാൻ, അടിച്ചു പൊളിക്കാൻ, ആഘോഷിക്കാൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നത് പാപമാണ്. 1 യോഹന്നാൻ 2-ാം 15-16 വരെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. നിങ്ങൾക്കറിയാം, ഒരു ഫേസ്ബുക്ക് ഇന്നത്തെ യുവജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എത്ര നാൾ അതിൻ്റെ പിന്നിൽ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അത് തന്നെ അവന് തിരിഞ്ഞു കുത്തുമ്പോൾ അത് അവന് വേണ്ടാണ്ടോ. വാട്സപ്പ് ഒന്നും വേണ്ടെന്നല്ല, അത് അമിതമാകുമ്പോൾ അതിനോടുള്ള സ്നേഹം മറ്റു വസ്തുക്കളെക്കാൾ വലുതാണ്. വീട്ടുകാരോട് സംസാരിക്കാൻ സമയമില്ല, ആ സമയത്ത് ഫേസ്ബുക്കിൽ ഒത്തിരി പേരോട് ഹായ് അടിക്കാണ്ട്. അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോടും അല്ലെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ കൊച്ചിനോടും ഹായ് അടിക്കാം. വീട്ടിലിരിക്കുന്ന അപ്പന് സുഖമാണ് അപ്പ എന്ന് ചോദിക്കാൻ സമയമില്ല. അതാണ് ലൗകികത. കാരണം എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെയ്യും. അതാണ് വചനം പറയണത്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടാവുകയില്ല. എന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളത് നിന്നെ പിന്തുടരും. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് ലോകത്തിലേക്ക് വരുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒന്ന് ജഡത്തിൻ്റെ ദുരാശ, ജഡികാസക്തി ഒത്തിരി വരും. ഇന്ന് തലമുറ നശിക്കാൻ കാരണം ഇങ്ങനെയുള്ള ചിലതിൻ്റെ പുറകെ പോകുന്ന 2 കണ്ണിൻ്റെ ദുരാശ, കാണണം സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം. അതുപോലെ ജീവിതത്തിന് അഹന്ത, ഞാൻ എന്ന വ്യക്തിയെ എത്ര ലൈക്ക് കിട്ടി. ഞാൻ കൃത്യമായിട്ട് യുവജനങ്ങൾ ചോദിക്കാറ്, മക്കളെ നിങ്ങളൊരു ഫോട്ടോ ഇട്ടാൽ എത്ര പ്രാവശ്യം നോക്കും, ലൈക്ക് ഉണ്ടോ, എത്ര പേര് നോക്കി, എത്ര പേര് കണ്ടു. അത് ജീവിതത്തിൻ്റെ അഹന്തയാണ്. ഞാൻ ചെയ്ത കാര്യത്തിന് പ്രൗഢി കിട്ടണം, അഹന്ത അത് വന്നത്തോ, അത് ലൗകികതയാണ്. ദൈവിക കാര്യങ്ങളിൽ പോലും ലൗകികത കടന്നു വന്നാൽ കൃപ പോയി, ആത്മാവ് അവരിൽ നിറയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയും. 1 യോഹന്നാൻ 4-5 വാക്യം, അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. കണ്ടോ, ലോകത്തിൻ്റെതായ ആൾക്കാർ ലൗകികത സംസാരിക്കും. ഒരു കാലഘട്ടത്തിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ചില സാന്നിധ്യങ്ങളുണ്ട്, ലൗകികത ഇങ്ങനെ ഭയങ്കരമായിട്ട് പ്രസംഗിച്ച്. ഇന്ന് ജയിലിൽ പോയപ്പോൾ ആർക്കും അതിനെക്കുറിച്ച് പറയാനില്ല, അവരുടെ കൂടെ കൈയടിച്ചവർ പോലും ഇന്ന് കൂടിയില്ല. കണ്ടോ, ലൗകികത ഒരിക്കൽ പിടിക്കപ്പെടുമ്പോൾ എല്ലാവരും അവരറിയേ പോലും ഇല്ല. അതാണ് നമ്മളൊക്കെ വീഴ്ച വരുമ്പോൾ ആരും കൂടെയില്ലാത്തത്. നമുക്കെല്ലാം ഉണ്ട്, ലോകം ഉണ്ടെങ്കിൽ ലോകം നിന്നെ ചതിച്ചാൽ എല്ലാവരും നിന്നെ ചതിക്കും. ഇത് വചനം പറയാം, 1 യോഹന്നാൻ 4:5, അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നതെല്ലാം ലൗകികമാണ്, ലോകം അവരുടെ വാക്ക് ശ്രവിക്കുകയും ചെയ്യുന്നു. ലോകം കേൾക്കുള്ളൂ, ദൈവം ഒരിക്കലും ഈ വാക്കൊന്നും കേൾക്കില്ല. അതുകൊണ്ട് നമ്മൾ ലൗകികതയിൽ നിന്നുകൊണ്ട് ലൗകികത സുഖങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കില്ലെന്നാണ് വചനം പറയുന്നത്. 1 യോഹന്നാൻ 2:2 വചനം പറയാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു ക്രിസ്തു.
അതുകൊണ്ട് എൻ്റെ ദൈവം ഈ ലോകത്തിൻ്റെ മുഴുവൻ പരിഹാരമാണെങ്കിൽ ആ ദൈവത്തിനല്ല എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. അവിടെയാണ് നമുക്ക് ഈ ലൗകികത നഷ്ടപ്പെട്ടു പോകേണ്ടത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 28-ാം വാക്യം, ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ടു ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് ഞാൻ പോകുന്നു. കേട്ടോ, ഈശോ പറയാ, ഞാൻ ദൈവത്തിൽ നിന്ന് ലോകത്ത് വന്നെങ്കിൽ ലോകത്തിനൊന്നും കൊണ്ടുപോകാതെ ഞാൻ ഈ ലോകത്ത് നിന്ന് പിതാവ് എങ്ങനെ അയച്ചോ അതുപോലെ തിരിച്ചു പോവാം. ഇതുപോലെ സ്നേഹമുള്ളവരെ, മരണമെന്ന കിടക്കയിൽ ലോകത്തെ കെട്ടിപ്പിടിച്ച പല ജീവിതങ്ങളും എഴുതി വെച്ചത് ഞാൻ ഓർത്തു പോകുകയാണ്. ഒരിക്കൽ ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് വിൽപ്പത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചു, എന്തിനു വേണ്ടി ഈ ലോകത്ത് ജീവിച്ചുവെന്ന് അറിയാത്ത വിഡ്ഢിയായ മനുഷ്യനാണ് ഈ കല്ലറയിൽ കിടക്കുന്നതെന്ന് എൻ്റെ കല്ലറയുടെ മുകളിൽ വയ്ക്കുന്ന മാർബിൾ കഷ്ണത്തിൽ എഴുതി വയ്ക്കണം, എന്തിനു വേണ്ടി ഈ ലോകത്ത് ജീവിച്ചു എന്നറിയാതെ. അതുകൊണ്ട് മക്കള് അപ്പൻ്റെ കല്ലറയുടെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചു. ആരെല്ലാം ആ കല്ലറയുടെ മുന്നിൽ പോകുമ്പോൾ വായിക്കും, ദൈവമേ, ആ മനുഷ്യന് തിരിച്ചറിവുണ്ട്, എന്നാൽ എനിക്ക് ഇപ്പോഴും തിരിച്ചറിവ് കിട്ടിയിട്ടില്ല. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ എഴുതി വെച്ച്, എന്തിനു വേണ്ടി ലോകത്ത് ജീവിച്ചു എന്നറിയാത്ത വിഡ്ഢിയായ മനുഷ്യരായിട്ട് മരണശേഷം കടന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറരുത്. സ്നേഹമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ ജീവിക്കാനുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് നമ്മളെ വിളിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15:18, ലോകം നിങ്ങളെ ദേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദേഷിച്ചു. നമ്മളെ ലോകത്തിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ ലോകം നമ്മൾ ദേഷിക്കും, കളിയാക്കും, പ്രാർത്ഥിച്ച് നടക്കണണ്ടില്ലേ, കുറ്റം പറയും, കളിയാക്കും, പള്ളിയിൽ പോകുന്നവരെ കൈയടിച്ച് കളിയാക്കി വിളിക്കും. എന്ന സ്നേഹമുള്ളവരെ, അതിനു മുമ്പ്, നിന്നെ കളിയാക്കുന്നതിന് മുമ്പ് നീ സ്നേഹിക്കുന്ന ദൈവത്തെ അവർ കളിയാക്കി എന്നുള്ള തിരിച്ചറിയും. അതാണ് വചനം പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:18, ലോകം നിങ്ങളെ ദേഷിക്കുന്നതിന് മുമ്പ് അതിനു മുമ്പേ അത് എന്നെ ദേഷിച്ചു എന്ന് നിങ്ങൾ അറിയുവൻ. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാം വാക്യം, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവന് എന്തു പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. ഇതൊന്നും നമ്മൾ നേടുന്നതല്ല. നമുക്ക് കരങ്ങൾ കൂപ്പാം. ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ലോകത്തിൻ്റെ മോഹങ്ങൾ കടന്നു പോകണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി എന്ന് ജീവിച്ചെന്നറിയാത്ത ഒരു വിഡ്ഢിയായ മനുഷ്യരല്ല നമ്മൾ. ദൈവം തന്ന ഈ ജീവിതം ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ പോവുക. കർത്താവേ, അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് കൊണ്ടുവരണം. അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കണം, അങ്ങ് ഞങ്ങളെ പൗത്രീകരിക്കണം. അതിനുവേണ്ടി ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച്, ഈ ലോകത്തിൻ്റെ പലതും നിന്റെ മേൽ അധികാരം നടത്തരുത്. അതൊരു ഡിമോണിക്കൽ സ്പിരിറ്റാണ്, പിശാചിന്റെ അടിമത്വം. ലോകം മുഴുവൻ്റെ ശരീരത്തിൽ കടന്നു വന്നാൽ അവനെ പിശാച് നിയന്ത്രിക്കുന്നത്. നമ്മൾ ഈ ആരാധന പ്രാർത്ഥിക്കുക, മക്കളെ, നമ്മുടെ മക്കളുടെ മേലുള്ള ഇങ്ങനെയുള്ള ലോകത്തിന്റെ അടിമത്തങ്ങൾ വിട്ടുപോകണം. നമ്മുടെ കുടുംബത്തിന് മേലുള്ള ഇങ്ങനെയുള്ള തിന്മയുടെ ശക്തികൾ വിട്ടുപോകണം. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് ശക്തമായിട്ട് സ്തുതിക്കുന്ന സമയം നമ്മൾ ആഗ്രഹിക്കണം, എൻ്റെ കുടുംബം ലോകത്തിന്റെ ഭരണത്തിലാണോ ദൈവത്തിന്റെ ഭരണത്തിലാണോ? ഈ സമയം കർത്താവേ, ഞങ്ങൾ ലോകത്തിന്റെ ഭരണത്തിലാണെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുക ഞങ്ങളുടെ കുടുംബം ദൈവസ്നേഹത്തിന്റെ ഭരണത്തിൽ കീഴണം. സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ശുശ്രൂഷ കൂടുന്ന മക്കളുടെ കുടുംബത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുക. ലോകം കെട്ടിപ്പൂട്ടിട്ടിരിക്കുന്ന തിന്മയുടെ അരൂപികൾ യേശുനാമത്തിൽ ഇവിടുന്ന് വിട്ടുപോകട്ടെ. തിന്മയുടെ അരൂപികളെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു. കർത്താവേ, ഈ സമയം ഈ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം. ഈ കുടുംബങ്ങളുടെ മേലെ വിശുദ്ധീകരണത്തിന് അഭിഷേകം നിറയണം. യേശുവേ, അങ്ങയുടെ കാരുണ്യാതിരേഖത്തിലേക്ക് ഈ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. യേശുവേ, ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. എല്ലാം കടന്നു പോകും മക്കളെ, ഈ സുഖങ്ങളെല്ലാം കടന്നു പോകും. ലോകസുഖമോഹമെല്ലാം കടന്നു പോകും, മാനവന്റെ നേട്ടമെല്ലാം തകർന്നു വീഴും. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നിനക്ക് കൃപ കിട്ടും. ദൈവത്തെ നീ ആശ്രയിച്ചാൽ രക്ഷ നേടിടും. ഈ ലോകത്തിൽ ധന്യമാകും നിന്റെ ജീവിതം. ദൈവം നൽകും ദിവ്യ സ്നേഹം എത്ര സുന്ദരം. ഹൃദയത്തോട് ചേർത്ത് പാടി, ദൈവത്തെ മറന്നു ജീവിക്കരുത്. എന്റെ ദൈവമല്ല എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചത്,
ജീവിക്കരുതേ. ദൈവമല്ലാതെ ആരാ എൻ്റെ ജീവിതത്തിലുള്ള? ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. നീ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ, നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. കുഞ്ഞുനാളിൽ പഠിച്ചത് നീ മറന്നു പോകരുത്. മറന്നു പോയോ? നിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ട കാലമല്ലേ? വിശ്വാസത്തിൻ ദീപമെല്ലാം അണഞ്ഞു പോയോ? ഈശോ പറയാ, പൊന്നു കുഞ്ഞേ, പൊന്നു കുഞ്ഞേ, ദൈവ സ്നേഹം മറന്നിടല്ലേ. ദൈവമല്ലാതാരോ നിന്നെ രക്ഷിക്കാനുള്ളൂ. നിന്നെ രക്ഷിക്കാൻ നിന്റെ ദൈവം കൂടെ വരും. നീ തകർന്നു പോയവനല്ല. ഈ ലോകം നിനക്ക് എന്ത് തന്നു? കർത്താവേ, ഞങ്ങളൊരു വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളെ വിശുദ്ധീകരിക്കണം ഈശോയെ. ഞങ്ങൾ അറിയാതെ വീണു പോവാം. കണ്ണീരോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങളുടെ മക്കള് ലോകത്ത് വീണു പോകണമെങ്കിൽ മാതാപിതാക്കളായി ഞങ്ങൾ ആദ്യം ലോകത്ത് വീണു പോകണം. ഞങ്ങൾ ഒത്തിരി സുഖലോലുപതയെ കടന്നു പോയത് കൊണ്ടല്ലേ ഞങ്ങളുടെ മക്കൾ ഇന്ന് നശിച്ച്. കർത്താവെ, ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോയി. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ പിച്ച് ചെയ്യുന്ന അവസ്ഥയാ. ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്താ ഈ കടബാധ്യതയുടെ കാരണം, എന്താ ഈ തകർച്ചയുടെ കാരണം. ഒത്തിരി സുഖലോലുപതയ്ക്ക് ഞങ്ങൾ എടുത്തു കൂട്ടിയ ലോണുകൾ അത് തിരിച്ചു വിട്ടാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോഴും ദൈവത്തോട് ചോദിക്കാനുള്ളൂ, ദൈവം തന്നതിന് നന്ദി പറയാതെ ഞങ്ങൾ തകർന്നു പോയിട്ടിരിക്കുക. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണം ഈശോയെ. അങ്ങേക്ക് മാത്രമേ പറ്റുള്ളൂ. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണം. ഞങ്ങൾ തകർന്നു പോകുന്നവരല്ല, സ്വർഗത്തിൽ പോകേണ്ടവരാ. ഈ ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോട്ടെ. ഞങ്ങൾക്കതിന് വേദനയില്ല ഈശോയെ. ഞങ്ങൾക്ക് ഈശോയെ വേണം. ആഗ്രഹിച്ച് രണ്ട് കരങ്ങൾ യാചനാപുരം വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ കിട്ടിയിട്ടും അഹങ്കരിച്ചത് കൊണ്ട് തകർന്നുപോയ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച് യേശുവേ വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി ചേർന്ന് ഉറക്കെ പാടി പ്രാർത്ഥിച്ച് വിശുദ്ധീകരിക്കണം കർത്താവേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും